എന്റെ പൊന്നു മക്കളെ, അവൾ കഥ പറയുകയാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിന് ഈ അവൾ ഏതാണെന്നല്ലേ, അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഇന്നിവിടെ ഒരു കല്ല് വില്ലനായിട്ടുള്ള ഒരു സിനിമയെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. ഒരു കല്ലെങ്ങനെ വില്ലനാകുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്നാ വിശ്വസിച്ചേ പറ്റൂ, അതാണ് സത്യം. അപ്പൊ തുടങ്ങുമല്ലേ. സോളിലുള്ള ഒരു ചെറിയ സെമി ബേസ്മെന്റ് അപ്പാർട്ട്മെന്റിലാണ് കിമ്മും ഫാമിലിയും താമസിക്കുന്നത്. കിമ്മിന്റെ ഭാര്യ ചങ്സുക്, മകൾ കിയങ്, മകൻ കീവു എന്നിവർ അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് അവരുടേത്. പിസ്സ ബോക്സ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അവരുടെ ജോലി. ആ ജോലിയിൽ നിന്ന് വെറും തുച്ഛമായ സാലറിയാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെ പാടുപെടുകയാണവർ. സ്വന്തമായി വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അയൽ വീട്ടുകാരുടെ വൈഫൈ ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ ബാത്റൂമിൽ ചെന്നാൽ മാത്രമാണ് സിഗ്നൽ കിട്ടുന്നത്. അതുപോലെ പുറത്ത് കൊതുകിനെ കൊല്ലാൻ വേണ്ടി പുകയ്ക്കുമ്പോൾ പോലും വിൻഡോ ക്ലോസ് ചെയ്യാതെ അത് വീടിനുള്ളിൽ നിറയ്ക്കുകയും ആ വിശപ്പുക ശ്വസിക്കുകയുമാണ് അവർ ചെയ്യുന്നത്. കിം അതിനെ ഒരു ഫ്രീ ആയിട്ടുള്ള അണുനശീകരണമായിട്ടാണ് കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവർ എത്ര നിരാശരും സമൂഹത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടെന്നും എത്രയും ദാരിദ്ര്യത്തിലാണ് അവർ ഉള്ളത് എന്നതുമാണ്. ഒരു വൈകുന്നേരം അവരെ കാണാൻ വേണ്ടി കീവുവിന്റെ ഫ്രണ്ടായ മിൻഹക് വരുന്നു. മിൻഹക്കിന്റെ മുത്തച്ഛന്റെ കളക്ഷനിലുള്ള ഒരു കല്ല് അവർക്ക് സമ്മാനമായി നൽകിയിട്ട് ഇത് വീട്ടിൽ വെച്ചാൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നു. അത് മാത്രമല്ലായിരുന്നു മിൻഹക്ക് വന്നതിന്റെ ഉദ്ദേശം. താൻ ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നത് കൊണ്ട് ഇത്രയും നാളും താൻ വീട്ടിൽ പോയി പഠിപ്പിച്ചിരുന്ന പാർക്ക് ഫാമിലി എന്ന ധനിക കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കീവു പോയി പഠിപ്പിക്കണമെന്ന് പറയാൻ കൂടിയാണ് മിൻഹക്ക് വന്നത്. കീവു മിലിറ്ററിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ നല്ല ജ്ഞാനമുണ്ടായിരുന്നു. കൂടാതെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 4 തവണ എഴുതി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ജോലിക്ക് വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കീവുവിന്റെ സഹോദരിയായ കിയങ്ങിന് സഹായിക്കാനും പറ്റും. കാരണം അവൾ ഡിസൈൻ പ്രോഗ്രാമിംഗിൽ സമർത്ഥയാണ്. അത് മാത്രമല്ല മിൻഹക്കിനെ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ ധനിക കുടുംബം മിനക്കെടുത്തുമില്ല. തന്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കള്ള സർട്ടിഫിക്കറ്റുകളുമായി കീവു പാർക്ക് ഫാമിലിയുടെ വീട്ടിലേക്ക് ചെന്നു. ആഡംബര വീടുകൾ മാത്രമുള്ള ആ ഏരിയ കീവുവിന് ഒത്തിരി ഇഷ്ടമായി. പാർക്ക് ഫാമിലിയുടെ വീട് അതിമനോഹരമാണ്. ഒത്തിരി മുറ്റവും ഗ്ലാസ് ഭിത്തികളുമുള്ള ഒരു വലിയ ലക്ഷറി വീട്. അവിടുത്തെ ഹൗസ് കീപ്പർ ആയിട്ടുള്ള മൂൺ കീവുവിനെ അകത്തോട്ട് കടത്തിവിട്ടു. അവിടെ മിസസ് പാർക്ക് കീവുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അവർ പ്രത്യേകിച്ചൊന്നും ചെക്ക് ചെയ്തില്ല. പക്ഷേ ആദ്യത്തെ ക്ലാസ് എടുക്കുമ്പോൾ താനും കൂടെ ഇരിക്കുമെന്ന് മാത്രം പറയുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് പാർക്കിന്റെ മകളായ ദഹയെയാണ് കീവു പഠിപ്പിക്കേണ്ടത്. പൊതുവെ വളരെ ഷൈ ആണ് ദഹ എന്ന് മനസ്സിലാക്കിയിട്ട് കീവു അവളെ നല്ലോണം കംഫർട്ടബിൾ ആക്കിയിട്ട് പാടുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നന്നായി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ട് മിസസ് പാർക്കിന് സന്തോഷമാവുകയും ജോലി തുടരാൻ കീവുവിനോട് പറയുകയും നല്ല ഒരു തുക സാലറിയായി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ക്ലാസിന് ശേഷം ദഹയുടെ അനുജനായ ദ സോങ്ങിനെയും കിവു മീറ്റ് ചെയ്യുന്നു. ദ സോങ് സ്കൗട്ടിലുള്ളത് കൊണ്ട് ഇന്ത്യൻസിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. കിവുവും ഒരു സ്കൗട്ട് ആയിരുന്നത് കൊണ്ട് ദ സോങ് പറയുന്നതെല്ലാം നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. മിസസ് പാർക്ക് ദ സോങ് വരച്ച ഡ്രോയിങ്സ് കിവുവിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ കിവുവിന് ഒരു ഐഡിയ തോന്നുന്നു. ദ സോങ്ങിന്റെ ഡ്രോയിങ്സ് എല്ലാം മാസ്റ്റർ പീസുകളാണെന്നും നല്ല കഴിവുള്ള കുട്ടിയാണ് ദ സോങ് എന്നും പറയുന്നു. ഇത് കേട്ട് സന്തോഷവതിയായ മിസസ് പാർക്ക് താനൊരു നല്ല ആർട്ട് ടീച്ചറെ തേടുകയാണെന്നും നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ആർട്ട് ടീച്ചേഴ്സുകളും 1 മാസം പോലും തികച്ചു നിന്നിട്ടില്ലെന്നും പറയുന്നു. അപ്പോൾ കീവു തനിക്ക് ഹൈ ക്വാളിഫൈഡ് ആയ ജെസിക്ക എന്ന ഒരു ആർട്ട് തെറാപ്പിസ്റ്റിനെ പറ്റി അറിയാമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. ശരിക്കും കീവു തന്റെ സിസ്റ്റർ കിയങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പിറ്റേന്ന് തന്നെ കിയങ് ഓൺലൈനായിട്ട് ആർട്ട് തെറാപ്പിയും സൈക്കോളജിയും പറ്റി വായിച്ചിട്ട് മിസസ് പാർക്കിനെ കാണാനായി എത്തുന്നു. കീവുവും കിയങ്ങും സംസാരിക്കുന്നത് കണ്ട് ജലസായ ദഹെ അവർ തമ്മിൽ പ്രണയമാണോ എന്ന് കീവുവിനോട് ചോദിക്കുന്നു. അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് പറഞ്ഞിട്ട് കീവു ദഹയെ കിസ് ചെയ്യുന്നു. അതേസമയം കിയങ് മിസസ് പാർക്കിനോട് ദ സോങ്ങിനെ ആദ്യത്തെ ക്ലാസ് ഒറ്റയ്ക്ക് തന്നെ പഠിപ്പിക്കണമെന്ന് പറയുകയും അവർ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ക്ലാസ് കഴിഞ്ഞ് മിസസ് പാർക്കിനെ കിയങ് ഇംപ്രസ് ചെയ്യുന്നു. ദ സോങ് അത്രയും നന്നായാണ് ക്ലാസ് കഴിഞ്ഞ് പെരുമാറിയത്. അതുപോലെ
കിയങ് മിസസ് പാർക്കിനോട് ദസോങ്ങിന്റെ ഡ്രോയിങ്സ് കാണിച്ചിട്ട് കുട്ടിക്ക് ട്രോമ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നു. തന്റെ കുട്ടിക്ക് ആർട്ട് തെറാപ്പി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കിയങ്ങിനെ പുതിയ ആർട്ട് ടീച്ചറായി ഹൈ സാലറിയോട് കൂടി നിയമിക്കുന്നു. അപ്പോഴാണ് മിസ്റ്റർ പാർക്ക് അവിടേക്ക് വരുന്നത്. തന്റെ ഡ്രൈവറായ യൂനിനോട് കിയങ്ങിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ മിസ്റ്റർ പാർക്ക് ആവശ്യപ്പെടുന്നു. യൂൻ ഒത്തിരി നിർബന്ധിച്ചിട്ടും കിയങ് തന്നെ വീട്ടിൽ വിടണ്ട, ട്രെയിൻ സ്റ്റേഷനിൽ വിട്ടാൽ മതിയെന്ന് പറയുന്നു. കാരണം അവൾ ദാരിദ്ര്യത്തിലാണ് താമസിക്കുന്നതെന്ന് യൂൻ അറിയാൻ പാടില്ലെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ഐഡിയ തോന്നുന്നു. അവൾ അവളുടെ പാൻറ്റീസ് ഊരി ആ കാറിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഇതറിയാതെ യൂൻ അവളെ ട്രെയിൻ സ്റ്റേഷനിൽ വിടുന്നു. അന്ന് രാത്രി കിമ്മും ഫാമിലിയും വളരെ ഹാപ്പിയായാണ് ഡിന്നർ കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തതായി എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അതേസമയം മിസ്റ്റർ പാർക്ക് തന്റെ കാറിലുള്ള പാൻറ്റീസ് കാണുന്നു. മിസ്റ്റർ പാർക്ക് വിചാരിക്കുന്നത് യൂൻ ലവറിനെ കാറിൽ കയറ്റുന്നുണ്ടെന്നാണ്. അതുപോലെ യൂൺ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നും ഡൗട്ട് ചെയ്യുന്നു. കാരണം സ്വബോധത്തിലുള്ള ആരും പാൻറ്റീസ് ഒന്നും മറക്കില്ലല്ലോ. മിസ്റ്റർ പാർക്ക് ഇതെല്ലാം മിസസ് പാർക്കിനോട് പറയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം കിയങ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ മിസസ് പാർക്ക് യൂൻ എങ്ങനെയുള്ള ആളാണെന്നാ തോന്നുന്നതെന്ന് ചോദിക്കുന്നു. താൻ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ യൂൻ തന്നെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞത് ഭയങ്കര വിയേഡായി തോന്നിയെന്ന് കിയങ് പറയുന്നു. ഇന്ന് തന്നെ യൂനിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്നും അല്ലെങ്കിൽ ഇനിയും പ്രശ്നം വഷളാകുമെന്ന് മിസസ് പാർക്ക് കിയങ്ങിനോട് പറയുന്നു. അപ്പോൾ തന്നെ കിയങ് ചെറുപ്പക്കാരെ വെക്കാതെ അത്യാവശ്യം പ്രായമായ ഒരാൾ ആയിരിക്കും വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് തൻ്റെ അങ്കിളിൻ്റെ പഴയ ഒരു ഡ്രൈവർ ഉണ്ടെന്നും വിശ്വസിക്കാൻ പറ്റുന്നയാളാണെന്നും പറയുന്നു. അത് തൻ്റെ അച്ഛനായ കിമ്മിനെ പറ്റി തന്നെയാണ് കിയങ് പറയുന്നത്. ചെറുപ്പത്തിൽ ഡ്രൈവർ ആയിരുന്ന കിം അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ മിസ്റ്റർ പാർക്കിന്റെ അടുത്ത് പോകുന്നു. കിമ്മിന്റെ സ്ഥലങ്ങളെ പറ്റിയുള്ള അറിവും ഡ്രൈവിംഗ് സ്കിൽസും നല്ല മാനേഴ്സും എല്ലാം കണ്ട് മിസ്റ്റർ പാർക്ക് കിമ്മിനെയും ജോലിക്കെടുക്കുന്നു. ഇനിയാണ് ഏറ്റവും പാടുള്ള കാര്യം. പാർക്ക് ഫാമിലിയുടെ ഹൗസ് കീപ്പറിനെ പുറത്താക്കി തങ്ങളുടെ അമ്മയായ ചങ് സുക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം. എന്നാൽ അത് അത്ര നിസ്സാരമല്ല. മിസ്റ്റർ പാർക്ക് ഈ വീട് വാങ്ങിക്കുന്നതിനു മുൻപ് മൂൺ ആ വീട്ടിലെ ഹൗസ് കീപ്പറാണ്. ബുദ്ധിശാലിയായ മൂണിനെ മിസ്റ്റർ ആൻഡ് മിസസ് പാർക്കിന് ഒത്തിരി വിശ്വാസവുമാണ്. ഡെഹയിൽ നിന്നും കീവു മൂണിന് പീച്ച് അലർജി ഉണ്ടെന്നും അതുകൊണ്ട് വീട്ടിൽ പീച്ച് ആരും കഴിക്കാറില്ലെന്നും അറിയുന്നു. ഇത് വെച്ച് തന്നെ മൂണിനെ പുറത്താക്കാമെന്ന് കിമ്മും ഫാമിലിയും തീരുമാനിക്കുന്നു. മൂൺ അറിയാതെ കിമ്മും കിയങ്ങും പീച്ചിന്റെ ചെറിയ പൊടി മൂണിന്റെ നേരെ വിതറുന്നു. ഇതവർ സ്ഥിരമായി കുറച്ച് ദിവസങ്ങൾ ചെയ്യുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്നറിയാതെ മൂൺ ഹോസ്പിറ്റലിൽ പോകുന്നു. മൂണിനെ ഫോളോ ചെയ്തു പോയ കിം മൂണിന്റെ പിക്ക് അവർ അറിയാതെ എടുത്തിട്ട് മിസസ് പാർക്കിനെ കാണിച്ചിട്ട് മൂണിന് ക്ഷയരോഗമുണ്ടെന്ന് ഡോക്ടർ പറയുന്നത് കേട്ടെന്ന് പറയുന്നു. ഇത് കേട്ട മിസസ് പാർക്ക് ആകെ അസ്വസ്ഥയാകുന്നു. പിന്നെയും അലർജി മൂലം മൂൺ ചുമയ്ക്കുന്നത് കിമ്മും മിസസ് പാർക്കും കാണുന്നു. കിം വേഗം പോയി മിസസ് പാർക്ക് അറിയാതെ മൂൺ യൂസ് ചെയ്ത ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലിത്തിരി കെച്ചപ്പ് ഒഴിച്ചിട്ട് അത് രക്തമാണെന്ന് മിസസ് പാർക്കിനെ വിശ്വസിപ്പിക്കുന്നു. ഇത് കണ്ട മിസസ് പാർക്കിനോട് കിം മൂണിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് പറയുന്നു. അതുപോലെ ഇതാണ് കാരണമെന്ന് മിസ്റ്റർ പാർക്ക് അറിയരുതെന്നും കിം മിസസ് പാർക്കിനോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഒരു രോഗിയായ ആളാണ് തന്റെ കുട്ടികളെ ഇത്രയും നാൾ ശുശ്രൂഷിച്ചതെന്നറിയാതെയാണ് മിസസ് പാർക്ക് മൂണിനെ ജോലിക്ക് നിർത്തിയതെന്ന് അറിഞ്ഞാൽ മിസ്റ്റർ പാർക്ക് അത് നല്ല രീതിയിൽ ഒരിക്കലും എടുക്കില്ല. അതുകൊണ്ട് മൂൺ സ്വയം ജോലി നിർത്തിപ്പോയെന്ന് മിസസ് പാർക്കിനോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അതുകൊണ്ട് മൂൺ സ്വയം ജോലി നിർത്തിപ്പോയെന്നാണ് മിസസ് പാർക്ക് മിസ്റ്റർ പാർക്കിനോട് പറയുന്നത്. എന്നാൽ മൂൺ പോയതോടെ വീട് ആകെ അവതാളത്തിലാകുന്നു. കറക്റ്റ് സമയം ഫുഡുമില്ല, വീട് ക്ലീൻ ആവുന്നുമില്ല. ഇതെല്ലാം മിസ്റ്റർ പാർക്ക് കിമ്മിനോട് പറയുന്നു. അപ്പോൾ കിം തനിക്ക് പ്രഗത്ഭരായി ഒരു ഏജൻസി അറിയാമെന്നും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച കാർഡും കൊടുക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവരെ മാത്രമേ അവർ അയക്കൂ കിം മിസ്റ്റർ പാർക്കിനോട് പറയുന്നു. മിസസ് പാർക്ക് ആ കാർഡിൽ കണ്ടിട്ടുള്ള നമ്പറിൽ വിളിക്കുന്നു. ശരിക്കും അത് കിയങ്ങിന്റെ വേറെ നമ്പറായിരുന്നു. കിയങ് മിസസ് പാർക്കിനെ പറ്റിച്ച് അമ്മ ചങ്സുക്കിനെയും ആ വീട്ടിൽ ഹൗസ് കീപ്പറായി കയറ്റുന്നു. ഇപ്പോൾ കിം ഫാമിലി ഫുൾ പാർക്ക് ഫാമിലിയുടെ വീട്ടിലായി. അവർ വളരെ സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ദസോങ് പറയും കിമ്മിനും ബാക്കിയുള്ള ജോലിക്കാർക്കും സെയിം സ്മെല്ലാണെന്ന്.
അന്ന് രാത്രി വീട്ടിൽ വന്ന കിം ഫാമിലി തങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പല്ല, അവർ താമസിക്കുന്ന വീട്ടിലെ സ്മെല്ലാണ് ഇതെല്ലാമെന്ന് മനസ്സിലാക്കുന്നു. മിസ്റ്റർ പാർക്കും ഫാമിലിയും ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോകുന്നു. അപ്പോൾ വീട് തങ്ങളുടെ പുതിയ ഹൗസ് കീപ്പറായ ചങ്സുക്കിനെയാണ് ഏൽപ്പിക്കുന്നത്. അവർ പോയ ഉടനെ ബാക്കി കിം ഫാമിലി പാർക്കിന്റെ വീട്ടിൽ താമസിക്കാനായി എത്തുന്നു. അവർ എല്ലാ റൂമും യൂസ് ചെയ്യുകയും എല്ലാ ഫുഡ് കഴിക്കുകയും എക്സ്പെൻസീവായ വൈൻസ് കുടിക്കുകയും ചെയ്യുന്നു. കീവു ദഹയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ദഹയുടെ ഡയറി എടുത്ത് വായിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയൊരു ഫാമിലിയിൽ കല്യാണം കഴിച്ചു വരുന്നതിനെ പറ്റിയൊക്കെ അവർ ഡിന്നർ കഴിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആരോ ഡോർബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ചങ്സുക് പോയി നോക്കുമ്പോൾ കാണുന്നത് പഴയ ഹൗസ് കീപ്പർ മൂണിനെയാണ്. മൂൺ വന്നിട്ട് ബേസ്മെന്റിൽ തന്റെ ഒരു സാധനം മറന്നു വെച്ചിട്ടുണ്ടെന്നും അത് എടുക്കണമെന്നും അതിനാണ് വന്നതെന്നും പറയുന്നു. ഈ സമയം കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഒളിക്കുന്നു. ചങ്സുക്കിന് കഷ്ടം തോന്നിയിട്ട് മൂണിനെ അകത്ത് കയറ്റി. മൂൺ ബേസ്മെന്റിലോട്ട് പോയി കുറേയേറെ സമയം കഴിഞ്ഞും മൂണിനെ കാണാതായതുകൊണ്ട് ചങ്സുക് ബേസ്മെന്റിലോട്ട് പോകുന്നു. അവിടെ മൂൺ ഒരു കബോർഡ് നീക്കാൻ ശ്രമിക്കുകയാണ്. ചങ്സുക് കൂടെ സഹായിച്ച് ആ കബോർഡ് നീക്കുന്നു. അപ്പോഴാണ് ചങ്സുക് അറിയുന്നത് അവിടെ ഒരു വാതിലുണ്ടെന്ന്. അത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ബങ്കറിലേക്കാണ് പോകുന്നത്. നേരത്തെയുള്ള ഹൗസ് ഓണറാണ് ഇങ്ങനെ ഒരു ബങ്കർ പണിയിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ ചങ്സുക് ആ കാഴ്ച കണ്ട് ഞെട്ടി. അത് മൂണിന്റെ ഹസ്ബൻഡായ ഒഗുൻസെ ആയിരുന്നു. കടക്കാരെ ഭയന്ന് വർഷങ്ങളായി ഈ ബങ്കറിലാണ് ഒഗുൻസെ താമസം. പഴയ ഫാമിലി വീട് വിറ്റ് പുതിയ ഫാമിലി വരുന്ന ടൈമിലാണ് ഒഗുൻസെ ബങ്കറിലോട്ട് മാറിയത്. ഇങ്ങനെ ഒരു ബങ്കറുള്ള കാര്യം പാർക്സിനറിയില്ല. പാർക്ക് ശ്രദ്ധിക്കാത്ത ടൈമിൽ മൂൺ ഒഗുൻസെയ്ക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ജോലി പോയതോടെ മൂണിന് പാർക്ക് ഹൗസിൽ നിന്നും മാറേണ്ടി വന്നുകൊണ്ട് ഒഗുൻസെ കഷ്ടത്തിലായി. പാർക്ക് ഫാമിലി ഇന്നിവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് മൂൺ ചങ്സുക്കിനെ കാണാൻ വന്നത്. മൂൺ ചങ്സുക്കിനോട് തന്നെ ദയവ് ചെയ്ത് സഹായിക്കണമെന്നും ഒഗുൻസെയ്ക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു. അതിനായി താൻ ചങ്സുക്കിന് പണം നൽകാമെന്നും മൂൺ വാക്കു കൊടുക്കുന്നു. ചങ്സുക്കിനെ നോക്കി വന്ന കിമ്മും മക്കളും ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. ചങ്സുക് മൂൺ പറയുന്ന ഒന്നും ചെയ്യില്ലെന്നും ഇപ്പോൾ തന്നെ പുറത്തു പോകണമെന്നും പറയുന്നു. ഇല്ലെങ്കിൽ പോലീസിനെ കോൾ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്പർ ഡയൽ ചെയ്യുന്നു. ഈ സമയം ബാലൻസ് തെറ്റി കിമ്മും മക്കളും ചങ്സുക്കിന്റെ അടുത്തേക്ക് വീഴുന്നു. മൂൺ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഇതെല്ലാം വീഡിയോ എടുത്ത് വെക്കുന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അവർ ഒരു ഫാമിലിയാണെന്ന് മൂണിന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഫുൾ കൺട്രോൾ കിട്ടിയ മൂൺ തങ്ങളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പാർക്ക് ഫാമിലിയോട് പ്രൂഫ് സഹിതം കാണിക്കുമെന്ന് പറയുന്നു. അവരെല്ലാം മുകളിലോട്ട് പോയിട്ട് കിം ഫാമിലിയെ ത്രട്ടൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വീട് മുഴുവൻ വൃത്തികേടാക്കിയതിന്റെ ഒത്തിരി ശകാരിക്കുകയും ചെയ്യും. പാർക്ക് ഫാമിലി പുറത്തു പോകുമ്പോൾ ഒരിക്കൽ പോലും മൂൺ വീട് വൃത്തികേടാക്കിയിട്ടില്ലെന്ന് പറയുന്നു. മൂൺ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിം പെട്ടെന്ന് അവരുടെ മേലോട്ട് ചാടുന്നു. സോഫയിലിരുന്ന മൂണും ഒഗുൻസെയും താഴെ വീഴുകയും ചെയ്യുന്നു. ഈ സമയം കിയം പോയി പീച്ചിന്റെ പൊടി മൂണിന്റെ മേലിൽ വിതറാൻ തുടങ്ങി. കീവു അപ്പോഴേക്ക് ഫോൺ എടുത്ത് എല്ലാം ഡിലീറ്റും ചെയ്യും. പെട്ടെന്നതാ ഫോൺ ബെല്ലടിക്കുന്നു. എല്ലാരും പേടിച്ചനങ്ങാതെ നിന്നുപോയി. ചങ്സുക് ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അത് മിസസ് പാർക്കാണ്. മഴ കാരണം ക്യാമ്പിന് പോകാൻ പറ്റിയില്ലെന്നും തങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചു വരുന്നെന്നും പെട്ടെന്ന് ഡിന്നർ റെഡിയാക്കി വെക്കാനും മിസസ് പാർക്ക് പറയുന്നു. ഫോൺ വെച്ച ഉടനെ ചങ്സുക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. കിം ഒഗുൻസെയെ ബേസ്മെന്റിൽ കൊണ്ട് കെട്ടിയിട്ടു. കിയൻ ഫുഡിന്റെ വേസ്റ്റ് എല്ലാം ഫർണിച്ചറിന്റെ താഴോട്ട് നീക്കി വെക്കാൻ തുടങ്ങി. ബോധം കെട്ടിക്കിടക്കുന്ന മൂണിനെ കീവു ബേസ്മെന്റിലാക്കിയിട്ട് ദഹയുടെ റൂമിൽ ഡയറി തിരിച്ചു വെക്കാൻ ഓടി. അപ്പോഴേക്കും പാർക്സ് വന്നു കഴിഞ്ഞിരുന്നു. കീവു പെട്ടെന്ന് ദഹയുടെ ഡയറി വെച്ചിട്ട് ബെഡിന്റെ താഴോട്ട് ഇഴഞ്ഞു കയറി. ബോധം വന്ന മൂൺ ബേസ്മെന്റിൽ നിന്നും പിന്നെയും എഴുന്നേറ്റ് വന്നു. ഇത് കണ്ട ചങ്സുക് അവരെ ബേസ്മെന്റിലോട്ട് തന്നെ തള്ളിയിട്ടു. ആ വീഴ്ചയിൽ മൂണിന്റെ തല പൊട്ടി. പിന്നെയും ബോധം പോയി. കിം മൂണിനെ വീണ്ടും വലിച്ചിഴച്ച് ഒഗുൻസെയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ നോക്കുമ്പോൾ ഒഗുൻസെ ലൈറ്റ് സ്വിച്ചിലോട്ട് തലയിടിച്ച് അത് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെറുതെ തല ഇടിക്കുവല്ല, അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മോഴ്സ് കോഡ് യൂസ് ചെയ്താണ് തലയിടിക്കുന്നത്. ദ സോങ് ഒരു സ്കൗട്ട് ആയതുകൊണ്ട് ഈ മെസ്സേജ് മനസ്സിലാക്കുമെന്നും അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ടെന്നും കിമ്മിനോട് ഒഗുൻസെ പറയുന്നു. എന്നാൽ കിമ്മിന് ഇതൊക്കെ വിഡിത്തമായിട്ടാണ് തോന്നുന്നത്. ഒഗുൻസെയെ പിന്നെയും കെട്ടിയിട്ടതിനു ശേഷം കിങ് അവിടുന്ന് പുറത്തു വരുന്നു. ഡിന്നർ കഴിച്ചുകൊണ്ട് മിസസ് പാർക്ക് ചങ്സുക്കിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. തന്റെ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു രാത്രി
ദസോങ് ബർത്ത്ഡേ കേക്കിന്റെ ബാക്കി കഴിക്കാൻ കിച്ചണിൽ പോയപ്പോൾ ഒരു പ്രേതം ബേസ്മെന്റിൽ നിന്ന് വരുന്നത് കണ്ട് ഷോക്കായി വിറയ്ക്കുകയും വായിൽ നിന്ന് നുര വരികയും ചെയ്തു. അതിനുശേഷം ഒരിക്കലും ദസോങ്ങിന്റെ ബർത്ത്ഡേ ആ വീട്ടിൽ വെച്ച് നടത്തിയിട്ടില്ല. മിസസ് പാർക്ക് ഒഗുൻസയെ പറ്റിയാണ് പറയുന്നതെന്ന് ചങ്സുക്കിന് മനസ്സിലായി. അവർ ആ ഞെട്ടിലൊന്നും പക്ഷെ പുറത്തു കാണിച്ചില്ല. അതേസമയം കീവു കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ബെഡിന്റെ താഴെയുള്ള അവനെ ദഹയെ കണ്ടുപിടിച്ചേനെ. ഡിന്നർ കഴിച്ചിട്ട് പാർക്ക് കപ്പിൾ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഈ സമയം കീവുവും കിമ്മും കീയങ്ങും ഹാളിൽ വന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം പെട്ടെന്ന് ദസോങ് ബഹളം വെച്ച് ഹാളിലേക്ക് വരുന്നു. അവർ മൂവരും ഹാളിന്റെ നടുക്കുള്ള ടേബിളിന്റെ താഴേക്ക് കയറി ഒളിച്ചിരിക്കുന്നു. ദസോങ്ങിന് ക്യാമ്പിന് പോകാൻ പറ്റാത്ത വിഷമമാണ്. അതുകൊണ്ട് ഗാർഡനിൽ ടെന്റ് കെട്ടി അവിടെ കുറച്ചു നേരം ഇരിക്കാൻ മിസ്റ്റർ പാർക്ക് അവന് സമ്മതം കൊടുക്കുന്നു. വോക്കി ടോക്കി മിസ്റ്റർ പാർക്കിന്റെയും ദസോങ്ങിന്റെയും കയ്യിലുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് മിസ്റ്റർ ആൻഡ് മിസസ് പാർക്ക് ഹാളിലുള്ള സോഫയിൽ കിടക്കാൻ തീരുമാനിക്കുന്നു. അവിടെ കിടന്നാൽ ഗാർഡനും ടെന്റും നന്നായി കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോഴാണ് മിസ്റ്റർ പാർക്ക് തന്റെ മനസ്സിലുള്ള കുറച്ചു കാര്യങ്ങൾ മിസസ് പാർക്കിനോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മിസ്റ്റർ പാർക്ക് ഡ്രൈവറായ കിമ്മിന് അസഹനീയമായ ദുർഗന്ധമാണ് ചില സമയമെന്ന് മിസസ് പാർക്കിനോട് പറയുന്നു. അപ്പോൾ മിസസ് പാർക്ക് തനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലെന്ന് തിരിച്ചും പറയുന്നു. കുറച്ചു കഴിഞ്ഞ ശേഷം അവർ തമ്മിൽ ഫോർപ്ലേ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്നു. ഇതൊക്കെ കേട്ട് കിമ്മും മക്കളും അവരുടെ തൊട്ടടുത്തുള്ള ടേബിളിന്റെ താഴെ കിടക്കുകയാണ്. അവർ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ കിമ്മും മക്കളും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി ഓടി. തങ്ങളുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് തങ്ങൾ ആ കാഴ്ച കാണുന്നത്. ശക്തമായ മഴയിൽ വീട് മുഴുവൻ വെള്ളത്തിലായിരിക്കുന്നു. പറ്റാവുന്ന അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട് നഷ്ടപ്പെട്ട പാവങ്ങളെ പാർപ്പിക്കുന്ന ഒരു ജിംനേഷ്യത്തിൽ അവർ അഭയം തേടി. കീവു തനിക്ക് മിൻഹ കൊടുത്ത് കല്ല് കെട്ടിപ്പിടിച്ചാണ് അന്നുറങ്ങിയത്. ബങ്കറിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ അവർ നല്ല ടെൻഷനിലാണ്. എന്നാൽ ഈ സമയം ബങ്കറിൽ തലയിടിച്ചു വീണ മൂൺ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ഓഗുൻസെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ മോഴ്സ് കോഡ് യൂസ് ചെയ്ത് ലൈറ്റിലൂടെ ഹെൽപ്പ് ചെയ്യൂ എന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദസോങ് ഇത് കാണുകയും എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം ഓഗുൻസെ ടെൻഷൻ കാരണം തെറ്റായ സന്ദേശമാണ് അയക്കുന്നത്. തലയിൽ ചോര വരുന്നതല്ലാതെ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം കണ്ട് മിസസ് പാർക്ക് ദസോങ്ങിന്റെ ബർത്ത്ഡേ പാർട്ടി അന്ന് തന്നെ നടത്തിയാലോ എന്ന് തീരുമാനിക്കുന്നു. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെറിയ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കിമ്മും ഭാര്യയും തങ്ങളുടെ വീട് പോയ വിഷമം എങ്ങനെയൊക്കെയോ സഹിച്ചാണ് പാർക്ക് ഫാമിലിയുടെ മുന്നിൽ ചെന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ചങ്സുക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിലും ഗാർഡൻ ഏരിയ ബർത്ത്ഡേ പാർട്ടിക്കായി ഒരുക്കുന്ന തിരക്കിലുമാണ്. പാർട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി കിമ്മും മിസസ് പാർക്കുമാണ് പോകുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ മിസസ് പാർക്കിനും ദുർഗന്ധം വമിക്കുന്ന പോലെ തോന്നുന്നു. കിമ്മിന് അത് മനസ്സിലാവുകയും ചെയ്യുന്നു. അതുപോലെ കീവുവും കീയങ്ങും അവിടുത്തെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ആണ്. അവിടെ അവരും സന്തോഷത്തിലാണെന്ന് അഭിനയിക്കേണ്ടി വരുന്നു. കിമ്മും മിസ്റ്റർ പാർക്കും ബുഷിനടിയിൽ ഇന്റൻസായി വേഷമണിഞ്ഞ് ദസോങ്ങിനെ സർപ്രൈസ് ചെയ്യാൻ ഒളിച്ചിരിക്കുകയാണ്. ഇതേസമയം കീവു തെഹയുമായി കുറച്ച് സമയം ചിലവഴിക്കുന്നു. ബംഗറിൽ പോയി എന്തേലും ചെയ്തേ പറ്റുമെന്ന് തീരുമാനിച്ച് മിൻഹാങ് സമ്മാനിച്ച കല്ലെടുത്തുകൊണ്ട് ബേസ്മെന്റിലേക്ക് കീവു പോകുന്നു. എന്നാൽ പതുങ്ങിയിരുന്ന ഓഗുൻസെ കീവുവിന്റെ കഴുത്തിൽ വയറ് കെട്ടി കൊല്ലാൻ ശ്രമിക്കുന്നു. എങ്ങനെയൊക്കെയോ കീവു അവിടെ നിന്ന് ഓടിത്തിരിച്ച് കിച്ചണിലെത്തുന്നു. എന്നാൽ കഴുത്തിൽ കെട്ടിയ വയർ ഉപയോഗിച്ച് കീവുവിനെ താഴെയിട്ട് ആ കല്ലുകൊണ്ട് തന്നെ കീവുവിന്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ട് കിച്ചണിൽ നിന്ന് ഒരു കത്തിയെടുത്ത് ഓഗുൻസെ ഗാർഡൻ പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകുന്നു. തന്റെ ഭാര്യയുടെ മരണത്തിൽ മനം തോന്ന ഓഗുൻസെ പാർട്ടിയിലെത്തി കീയങ്ങിനെ കത്തിയെടുത്ത് കുത്തുന്നു. പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം ഇത് കണ്ട് ചിന്നി ചിതറി ഓടുകയാണ്. ദസോങ് ഓഗുൻസയെ കണ്ട് കുഴഞ്ഞു വീഴുന്നു. കിം എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാനായി മുറിവിൽ പിടിച്ച് രക്തം നിർത്താനായി ശ്രമിക്കുന്നു. അപ്പോഴാണ് കിം ആളുകൾ ഓടുന്നതിനിടയിൽ ദഹയെ പരിക്കിൽപ്പെട്ട കിവുവിനെയും എടുത്തുകൊണ്ട് ഓടുന്നത് കാണുന്നത്. കിം നിസ്സഹായനായി തന്റെ ഭാര്യയെ നോക്കുന്നു. ഇതെല്ലാം കണ്ട് മനം പൊട്ടി നിൽക്കുന്ന ചങ്സുക് ഒഗുൻസെയായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. തന്റെ ജീവനക്കാർ ഇത്രയും അപകടത്തിലാണെന്ന് ഒന്ന് നോക്കാതെ ദസോങ്ങിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് മിസ്റ്റർ പാർക്ക് ശ്രമിക്കുന്നത്.
കിമ്മിനോട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ മിസ്റ്റർ പാർക്ക് ആവശ്യപ്പെടുന്നു. തന്റെ കുടുംബത്തിന്റെ കൂടെയാണ് താനിപ്പോൾ നിൽക്കേണ്ടതെന്ന് കിമ്മിനപ്പോൾ മനസ്സിലാകുന്നു. കിം കാറിന്റെ കീ മിസ്റ്റർ പാർക്കിനായി എറിഞ്ഞു കൊടുക്കുന്നു. കീ വന്ന് താഴെ പുല്ലിലോട്ടാണ് വീഴുന്നത്. ഈ സമയം ചങ് സുക് ബാർബിക്യൂ നൈഫ് വെച്ച് ഒഗുൻസെയെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. താഴെ വീണ കീയുടെ മുകളിലോട്ടാണ് ഒഗുൻസെ വന്ന് വീഴുന്നത്. മിസ്റ്റർ പാർക്ക് കീ എടുക്കാനായി ഒഗുൻസെയെ തിരിച്ചു കിടത്തുന്നു. ഇത്രയും വലിയ അടിയന്തര ഘട്ടത്തിലും മിസ്റ്റർ പാർക്ക് മൂക്കുപൊത്തിയാണ് ഒഗുൻസെയുടെ അടുത്ത് നിൽക്കുന്നത്. ഇത്രയും നിന്ദ്യമായാണ് മിസ്റ്റർ പാർക്ക് തങ്ങളെയും കാണുന്നതെന്ന് മനസ്സിലാക്കി കിം രോഷാകുലനായി വന്ന് മിസ്റ്റർ പാർക്കിനെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിക്കുന്നു. മിസസ് പാർക്ക് കുഴഞ്ഞു വീഴുന്നു. കിം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് കീവു എഴുന്നേൽക്കുന്നത്. ബ്രെയിൻ സർജറി കഴിഞ്ഞതുകൊണ്ട് കീവു ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവന്റെ ബ്രെയിൻ ഇപ്പോൾ ഒരു ഡെലിക്കേറ്റ് സ്റ്റേറ്റിലാണുള്ളത്. അവന് ചിരി നിർത്താനേ ആകുന്നില്ല. തന്റെ അനുജത്തിയുടെ മരണവും അച്ഛന്റെ തിരോധാനവും അവന്റെ അറസ്റ്റും എല്ലാം അവൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. സെൽഫ് ഡിഫൻസ് ആണെന്ന് മുൻനിർത്തി അവന് ജാമ്യം കിട്ടുന്നു. എന്നിരുന്നാലും എപ്പോഴും പോലീസ് അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അവൻ എങ്ങനെയെങ്കിലും കിമ്മിലോട്ട് പോലീസിനെ നയിച്ചാലോ എന്ന് വെച്ച്. അവൻ അത്രയ്ക്ക് ട്രോമയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു ദിവസം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആളൊഴിഞ്ഞ് പാർക്ക് ഫാമിലി ഹൗസ് അവൻ കാണുന്നു. ഇത്രയും ദിവസത്തിനു ശേഷം അപ്പോഴാണ് അവന് ചിരി നിർത്താൻ കഴിഞ്ഞത്. ആ വീഡിയോ കണ്ടതിലൂടെ അവന് തിരിച്ചറിവിൽ ഉണ്ടാവുകയാണ്. മാസങ്ങൾക്ക് ശേഷം എല്ലാം കെട്ടടങ്ങിയെന്ന് തോന്നിയപ്പോൾ കീവു പാർക്ക് ഹൗസ് ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ ഒരു ജർമ്മൻ ഫാമിലിയാണ് ജീവിക്കുന്നത്. അപ്പോഴാണ് കീവു ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. അതൊരു പ്രത്യേക പാറ്റേണിലാണ് കത്തുന്നത്. അതെ, അത് മോഴ്സ് കോഡ് തന്നെയാണ്. കിം ആണ് അയക്കുന്നതെന്ന് കീവുവിന് മനസ്സിലായി. ഇത്രയും നാൾ തന്റെ അച്ഛൻ ആ ബംഗറിലാണ് ഉണ്ടായിരുന്നതെന്ന് അവൻ തിരിച്ചറിയുന്നു. അന്ന് ആ സംഭവം നടക്കുന്ന ദിവസം തന്നെ മോണിന്റെ ശരീരം കിം കുഴിച്ചിട്ടിരുന്നു. രാത്രി ആരുമില്ലാത്തപ്പോൾ കിച്ചണിൽ കയറിയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാ ദിവസവും മോഴ്സ് കോഡ് മെസ്സേജ് അദ്ദേഹം ലൈറ്റിലൂടെ അറിയിച്ചിരുന്നു. എന്നെങ്കിലും തന്റെ മകൻ തന്നെ തേടി വരുമെന്ന് കിം വിശ്വസിച്ചിരുന്നു. ഒരു വലിയ ഞെട്ടലോടെ കീവു തിരിച്ച് തന്റെ പഴയ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് കീവു ജീവിക്കുന്നത്. സിനിമ അവസാനിക്കുന്നത് കീവു തന്റെ അച്ഛനൊരു കത്ത് എഴുതി വെക്കുന്നതിലൂടെയാണ്. ആ കത്തിൽ പറയുന്നത് ഇത്രയുമാണ്: നന്നായി പണിയെടുത്ത് ഒത്തിരി കാശ് സമ്പാദിച്ച് പാർക്ക് ഹൗസ് കീവു വാങ്ങുമെന്നും എല്ലാവരും അവിടെ ഒരുമിച്ച് ജീവിക്കുമെന്നുമാണ്. എന്നാൽ നമുക്കറിയാം അത് വെറും ഒരു സ്വപ്നം മാത്രമാണ്. കീവു ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഒരിക്കലും അത്രയും പണം സമ്പാദിക്കാൻ കഴിയുകയില്ല. സിനിമ അവസാനിക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ആകെ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. ഒത്തിരി തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സിനിമ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു. ശരിക്കും ആരാണ് ഈ പാരസൈറ്റ്? പാർക്ക് ഫാമിലിയോ അതോ കിം ഫാമിലിയോ? അതുമല്ലെങ്കിൽ മൂണും ഒഗുൻസെയുമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റിലൂടെ അറിയിക്കുക. ഈ ഫിലിമിന്റെ ഹിഡൻ മീനിങ്സ് അറിയണമെന്ന് തോന്നുവാണെങ്കിൽ അതിനായി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ പുതിയൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും സബും ചെയ്താൽ ഞാനും ഹാപ്പിയാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.